എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുമാ മേനൻ. കുറച്ചു പേർക്കെങ്കിലും എന്നെ അറിയുണ്ടാവും. ഞാൻ ഇവിടെ തന്നെയാണ് താമസം. അടുത്ത ഒരു 4-5 മണിക്കൂർ നിങ്ങളുടെ കൂടെ ഞാൻ ആങ്കറായിട്ടുണ്ടാവും. 149 മന്നം ജയന്തി ആഘോഷവും അതുപോലെ തന്നെ നായർ സാംസ്കാരിക സമിതി പൻവേലിന്റെ 25 വാർഷികവും കുടുംബ സംഗമവും നമ്മൾ ഇന്ന് ഇവിടെ ആഘോഷിക്കുകയാണ്. 1995 2000 കാലഘട്ടത്തിൽ പൻവേലിലും സമീപ പ്രദേശങ്ങളിലും താമസിച്ചിരുന്ന കുറച്ച് നായർ യുവാക്കൾ ചേർന്ന് ഉണ്ടാക്കിയ ഒരു കൂട്ടായ്മ പിന്നീട് 2001 രജിസ്റ്റർ ചെയ്ത് നായർ സാംസ്കാരിക സമിതി എന്ന ഇന്നത്തെ NSS കുടുംബം രൂപപ്പെട്ടു. ഏതൊരു ശുഭകാര്യത്തിന് മുന്നോടിയായി ഈശ്വര പ്രാർത്ഥനയും ആചാര്യവന്ദനവും അനിവാര്യമാണല്ലോ. അതിനായി NSS പൻവേൽ പ്രസിഡന്റ് CK ശശികുമാർ സർ, വൈസ് പ്രസിഡന്റ് ശ്രീ ഹരിദാസ് B പിള്ളൈ, സെക്രട്ടറി ശിവദാസ് PC, ജോയിന്റ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ K നായർ, ട്രഷറർ ഷാജി PM, മറ്റു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെയും വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഗണപതി സ്തുതിക്കായി നിഖിൽ P നായരെയും ആചാര്യവന്ദനത്തിനായി സുനിത രാജേഷ് മേനോനെയും ക്ഷണിക്കുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വിഘ്നേശ്വരം വിശ്വരൂപം കുംഭോദരം മനോഹരം സുന്ദരം കോമളാകാരം ഗണേശം തം നമാമ്യഹം കൈലാസനാഥതനയം ഏകദന്തം ഗജാനനം ബാലചന്ദ്രം വിശാലാക്ഷം വന്ദേഹം ഗണനായകം വിശ്വേശ്വരം വിശ്വവന്ദ്യം വിശ്വനാഥം വിനായകം വിഘ്നരാജം കൃപാപൂർണം വന്ദേഹം ഗണനായകം ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ആചാര്യവന്ദനത്തിനും എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ നന്നായിരുന്നു. നമ്മുടെ സമുദായ ആചാര്യനെക്കുറിച്ചുള്ള ഇതാണല്ലോ. വന്ദേ ശ്രീധര തൃപ്പെരുന്നയമരും ശ്രീപത്മനാഭ പ്രഭോ വന്ദേ ശ്രീഹരി പാർവതി പ്രിയസുതം ആചാര്യതേ മംഗളം വന്ദേ ഭാരത കേസരീന്ദ്ര സുമതേ കാരുണ്യവാരാന്നിധേ വന്ദേ ഹൃത്തട പദ്മമധ്യസുലസത് ആചാര്യ തുഭ്യം നമഃ. ആചാര്യവർയാനിൻ പൂജിതമാം നാമം അണികളാം ഞങ്ങൾക്ക് മാർഗദീപം മന്നത്തു തിരിയിട്ട പൊൻദീപമിന്ന് ഹൃദയങ്ങൾക്കുള്ളിൽ പുളകമായി മാറി. നായർ സമുദായം ഔന്നത്യം നേടുമ്പോൾ മാർഗം തെളിയിച്ചൊരാചാര്യവന്ദനം സമുദായ സേവയിൽ കാര്യരുമ്പായി മാനവ സേവയ്ക്കായി മനസ്സുകൾ ചേർത്തു. നിറവോടെ മക്കൾ തൻ ഹൃദയാർച്ചനകൾ പരമപാദത്തിങ്കൽ അർപ്പിക്കാമടിയങ്ങൾ. കത്തിപ്പടരണം തീജ്വാലയായി കനിവിൻ്റെ കടലായി ഞങ്ങളിലെന്നും. സ്വജാതി സ്നേഹത്തിൽ ആഴ്ന്നിറങ്ങുമ്പോഴും പരജാതിയെയും കൂടേന്തിയ
പരമപൊരുളേ കോടി പ്രണാമം, പരമപൊരുളേ കോടി പ്രണാമം. അർഹരല്ലെങ്കിലും അർപ്പിക്കും ഞങ്ങൾ വന്ദനം നിത്യവും ആചാര്യവർയ. വന്ദനം വന്ദനം തവ പാദപീഠേ, വന്ദനം വന്ദനം തവ പാദപീഠേ, വന്ദനം വന്ദനം തവ പാദപീഠേ. താങ്ക് യു. താങ്ക് യു ഓൾ ദ കമ്മിറ്റി മെമ്പേഴ്സ്. താങ്ക് യു നിഖിൽ ആൻഡ് താങ്ക് യു സുനിത മാം. ഇത്രയും നല്ല ഒരു വേദിയിൽ നമുക്ക് സിൽവർ ജൂബിലി ആഘോഷിക്കാൻ നമ്മുടെ കുടുംബാംഗങ്ങളുടെയും വെൽവിഷേഴ്സിൻ്റെയും സ്പോൺസേഴ്സിൻ്റെയും ഒക്കെ ഒരു സഹകരണം കൂടിയുണ്ട്. നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ ടൈറ്റിൽ സ്പോൺസർ നായർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റലും ആൻഡ് കോ സ്പോൺസർഡ് ബൈ പിള്ളൈ യൂണിവേഴ്സിറ്റി, മിറാക്കിൾ ഇൻറ്റീരിയേഴ്സ് ആൻഡ് കോൺട്രാക്ടേഴ്സ് ആൻഡ് KPG അസോസിയേറ്റ്സ്. നമ്മുടെ കുടുംബസംഗമം ഭദ്രദീപം തെളിയിച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി വിശിഷ്ടാതിഥികളായ ഡോക്ടർ ലക്ഷ്മി ശങ്കർ മാം, ശ്രീ പീയൂഷ് സർ, ശ്രീ ജയരാജ് വാര്യർ സാറിനെയും ആദരവോടുകൂടി വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ശുഭം കുരുത്വം കല്യാണം ആരോഗ്യം ധനസമ്പദഃ. ശുഭം കുരുത്വം കല്യാണം ആരോഗ്യം ധനസമ്പദഃ. ശത്രുബുദ്ധി വിനാശായ ദീപജ്യോതിർനമോസ്തുതേ, ദീപജ്യോതിർനമോസ്തുതേ. ശുഭം കുരുത്വം കല്യാണം ആരോഗ്യം ധനസമ്പദഃ. ശുഭം കുരുത്വം കല്യാണം ആരോഗ്യം ധനസമ്പദഃ. ശുഭം കുരുത്വം കല്യാണം ആരോഗ്യം ധനസമ്പദഃ. എല്ലാവർക്കും വിനീതിൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് 3 എമിനൻറ്റ് പേഴ്സണാലിറ്റീസാണ്. എമിനൻറ്റ് പേഴ്സണാലിറ്റീസ് ഹു ഹാവ് പ്രൂവ്ഡ് ദെംസെൽവ്സ് ഇൻ ദെയർ ഓൺ റെസ്പെക്റ്റീവ് ഫീൽഡ്. ടു ബിഗിൻ വിത്ത്, ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് ഡോക്ടർ ലക്ഷ്മി ശങ്കർ മാം, an associate professor and head of Department of Sanskrit at Sri Krishna College, Guruvayur. PG in Sanskrit, Advaita Vedanta, and PhD from Sri Shankara College, Kaladi. Her research areas include Indian philosophy, Advaita Vedanta, Neo-Vedanta, Vedic studies, cultural studies, epic studies, and classical Sanskrit theatre. Madam has regularly been participating in intellectual discourses and talk shows. Bharata Darshanam and Shrestha Bharatam in Amruta TV, പിന്നെ സമീക്ഷ ഇൻ ദൂരദർശൻ, ഇതൊക്കെ മാഡമിൻ്റെ ടോക്ക് ഷോസ് ആണ്. In recognition of her contribution, she has been felicitated with many awards. ഞാനൊരു 2 അവാർഡ്സ് ഇവിടെ പറയുന്നുണ്ട്. രാമപ്രഭ പുരസ്കാരം ഫ്രം കേരള സാൻസ്ക്രിറ്റ് അക്കാഡമി ഫോർ സ്കോളർലി കോൺട്രിബ്യൂഷൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് സാൻസ്ക്രിറ്റ് സ്റ്റഡീസ്. ഡോക്ടർ സുവർണ നാലപ്പാട്ട് സപ്തതി പുരസ്കാരം ഫ്രം ഡോക്ടർ സുവർണ നാലപ്പാട്ട് ട്രസ്റ്റ് ഫോർ സ്കോളർലി കോൺട്രിബ്യൂഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് വേദാന്ത, ആൻഡ് സോ ഓൺ ആൻഡ് സോ ഫോർത്ത്. Thank you for being with us today, ma'am. May I request our President, Mr. Shashi Kumar, to welcome Dr. Lakshmi Shankar.
Thank you. Next, we have Mr. Piyush, who has also kindly agreed to share his wisdom with us today. Shri Piyush Ji is a writer, speaker, and a certified life coach. He has completed 2 years residential Vedanta course from Chinmaya Mission Sandeepani, Sadhanalaya, Mumbai. Active on social media through socially responsible observations and writings. Training and classes are conducted on the philosophy of life and creative life values. He is also an official with the Government of Kerala. Thank you for being with us, sir, today. Please accept our welcome wishes. May I request our Secretary, Mr. P.C. Shivadas, to welcome Shri Piyush. ഇനി അടുത്തതായി നമ്മുടെ കൂടെ ഉള്ളത് ശ്രീ ജയരാജ് വാര്യർ സാറാണ്. നമുക്ക് എല്ലാവർക്കും ജയരാജ് വാര്യറിനെ അറിയാം. അപ്പോൾ അത് കാരണം ഞാനൊരു ഡീറ്റെയിൽഡ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുക്കുന്നില്ല. പക്ഷേ ഇത്തിരി റിസർച്ച് ചെയ്തിട്ട് കിട്ടിയ കുറച്ച് യുണീക്ക് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോണേ. One thing, he's a pioneer of caricature show. Now, what is caricature? Caricature is very different from mimicry. മിമിക്രിയിൽ നമ്മൾ കൂടുതൽ കാണുന്നത് വോക്കൽ ഇമിറ്റേഷനാണ്, വോക്കൽ ഇമിറ്റേഷൻസ്. പക്ഷേ കാരിക്കേച്ചർ ഗോസ് ബിയോണ്ട് വോക്കൽ ഇമിറ്റേഷൻ. അതിൽ ഫിസിക്കൽ മാനറിസംസ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആൻഡ് ഓൾസോ ദ റിതം ഓഫ് ദ പേഴ്സൺ ഇസ് ആക്ച്വലി ദേ ട്രൈ ടു റീക്രിയേറ്റ് ദാറ്റ്. അപ്പോൾ സർ അതിലൊരു പയനീറാണ്, പ്രോബബ്ലി വൺ ഓഫ് ദ ഫസ്റ്റ് പീപ്പിൾ ടു ഡു സച്ച് ഷോസ്. ജൂലൈ 2003 സർ കേരള അസംബ്ലിയിൽ ഒരു ഷോ ചെയ്തിട്ടുണ്ട്. ദ ഫസ്റ്റ് ടൈം സച്ച് എ പെർഫോമൻസ് വാസ് എവർ ഹെൽഡ് ഇൻസൈഡ് ദി ഹൗസ് ആൻഡ് ദിസ് ഈസ് ഓൾസോ വൺ ഓഫ് ദി അച്ചീവ്മെൻറ്റ്സ്. ആൻഡ് ഞാൻ ഇത്തിരി ആർട്ടിക്കിൾസ് വായിച്ചപ്പോൾ ഞാൻ കേട്ടത് സാറ് അവിടെ ഇരിക്കണവരെ കുറേ പേര് അനുകരിച്ചു എന്നാണ് കേട്ടത്. ആൻഡ് ഓൾസോ വൺ മോർ തിങ്, അപ്പാർട്ട് ഫ്രം ദ കാരിക്കേച്ചർ, അപ്പാർട്ട് ഫ്രം ദ മൂവി സ്റ്റഫ്, സർ ഇസ് ഓൾസോ എ ട്രെയിൻഡ് പ്രൊഫഷണൽ ഇൻ ഓട്ടം തുള്ളൽ. എല്ലാവർക്കും അറിയാമല്ലോ ഓട്ടം തുള്ളൽ ഒരു ആർട്ട് ഫോമാണെന്ന്. പക്ഷേ ഓട്ടം തുള്ളലിൽ ഉള്ള ഒരു ഹിഡൻ ഇത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കണ്ടൻറ്റ് സോഷ്യൽ ക്രിറ്റിസിസവും ഹ്യൂമറും ഉണ്ട്. അപ്പോൾ സാറ് പൊതുവെയുള്ള ഷോസ്, പൊതുവെയുള്ള പ്രോഗ്രാംസിൽ നമുക്കത് കാണാം. ഒരു ചാക്യാർകൂത്ത് സ്റ്റൈൽ പ്രോഗ്രാമാണ് സാറ് കൂടുതലും കണ്ടിരിക്കുന്നത്. 7 കൊല്ലം ബിഫോർ ഹിസ് കരിയർ in the movies, 7 years he was with the Root Theatre, which was led by the legendary Jose Chiramal. In 2010, he received the Kerala Sangeeta Nadaka Academy Award for his contributions to drama and caricature. 2015 കുഞ്ഞൻ നമ്പ്യാർ അവാർഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് സ്പോൺസർ. അങ്ങനെ സാംബശിവം അവാർഡ്, അങ്ങനെ കുറേ അവാർഡുണ്ട്. ഓവർ 40 അവാർഡ്സ് ഇൻ ടോട്ടൽ നമ്മുടെ കൂടെ ഇരിക്കുന്ന ജയരാജ് സാറിന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത് മാത്രമല്ല കേട്ടോ, ഫാമിലിയിലും ഇതൊക്കെ ഉണ്ട്. സാറിൻ്റെ മോൾ ഡോട്ടർ ഇന്ദുലേഖ, ഷീ ഈസ് ഓൾസോ വെൽ നോൺ സ്റ്റേജ് പെർഫോമർ ആൻഡ് സിംഗർ, പ്ലേബാക്ക് സിംഗർ. പക്ഷെ അതിനേക്കാൾ യുണീക്ക് ഒരു കാര്യമുണ്ട്. ആൻഡ് ഐ എം ഷുവർ ആഫ്റ്റർ ദിസ് പീപ്പിൾ വിൽ ഗോ ആൻഡ് ചെക്ക് യൂട്യൂബ് ഫോർ ദിസ്. She made headlines as a music composer and for her rap, which is known as pen rap, women's rap. And the subject was cyberbullying and social issues. So, full family talented ആണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം സാറ് തൃശ്ശൂരിൽ നിന്നാണ്. എനിക്ക് തോന്നുന്നത് ഇന്ന് വേദിയിലുള്ള എല്ലാവരും തൃശ്ശൂരിൽ നിന്നാണ്. പക്ഷേ ഹീസ് ഫേമസ് ഫോർ ഹിസ് ടൂർ ഓഫ് കേരള പെർഫോമൻസ്. He can actually recreate any dialect from Trivandrum to Kasaragod. More than 60 films to his credit. And എനിക്ക് ഇന്ന് അറിഞ്ഞത് സാർ ഫസ്റ്റ് സിനിമ യാത്രാമൊഴിയായിരുന്നു ശിവാജി ഗണേശൻ സാറിൻ്റെ കൂടെ. പിന്നെ ടെക്നിക്കലി ഹീ ഈസ് ദ ഫസ്റ്റ് മലയാളം ആങ്കർ. ബാക്കിയുള്ളവരും ഞങ്ങളൊക്കെ പിന്നെ വന്നിട്ടുള്ളൂ, പക്ഷേ ടെക്നിക്കലി ഹീ ഈസ് ദ ഫസ്റ്റ് ആങ്കർ. സോ താങ്ക് യു സോ മച്ച്.
And may I request our treasurer, Mr. Shahji. താങ്ക് യു സർ. അതുകൂടാതെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വന്നിരിക്കുന്ന റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട്. ഏതാണ്ട് 17-18 ഓർഗനൈസേഷൻസ് ഉണ്ട് ഇൻ ആൻഡ് അറൗണ്ട് പൻവേൽ. അവിടുത്തെ റെപ്രസെൻറ്റേറ്റീവ്സ് വന്നിട്ടുണ്ട്. ആക്ച്വലി ഇറ്റ് ഈസ് വൺ ഓഫ് ദി ലിവിങ് പ്രൂഫ് ഓഫ് കമ്മ്യൂണിറ്റി ടുഗദർനെസ് ആൻഡ് വി വെൽക്കം എവ്രി വൺ, ഓൾ ഓഫ് യു ടു ദിസ് ഫംഗ്ഷൻ. സ്വാഗത പ്രസംഗത്തിനായി സെക്രട്ടറി ശ്രീ PC ശിവദാസ് അവറുകളെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. എത്രയും ബഹുമാനപ്പെട്ട കുടുംബാംഗങ്ങളെ, വിശിഷ്ടാതിഥികളെ, നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ നിന്നും മുഴുവൻ സംസ്കാരത്തെ നമ്മളിപ്പോൾ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. വിനീതും സുമയും വളരെ വിശദമായിട്ട് തന്നെ എല്ലാവരെക്കുറിച്ചും സംസാരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ആ ഒരു ഭാഗത്തിലേക്ക് ഞാൻ അധികം സമയമെടുക്കുന്നില്ല, കാരണം നമ്മുടെ പ്രോഗ്രാം തുടങ്ങാനും അധികം വൈകിയിട്ടുണ്ട്. എന്നിരുന്നാലും ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ സംസ്കൃതം വിഭാഗത്തിൻ്റെ അസിസ്റ്റൻറ്റ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റാണ് ടീച്ചർ. ഷീസ് എ PhD. ടീച്ചറിൻ്റെ പ്രോഗ്രാംസ് നമ്മൾ ശരിക്കും കാണാറുള്ളത് അമൃത TV-യിലായിരുന്നു. ശരിക്കും ഗോപാലകൃഷ്ണൻ സാറിൻ്റെ കൂടെ ആദ്യം ഉണ്ടായിരുന്നു, തുറവൂർകൃഷ്ണൻ സാർ. അപ്പം അങ്ങനെ ശ്രേഷ്ഠ ഭാരതം പ്രോഗ്രാമിലൂടെയാണ് ടീച്ചറിനെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ടീച്ചറിനെ ഈ വേദിയിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്തത് കൊണ്ട് നമുക്ക് ഡബിൾ ബോണസാണ് കിട്ടിയിരിക്കുന്നത്. ടീച്ചറിൻ്റെ കൂടെ പീയൂഷ് സാറ് വന്നിട്ടുണ്ട്. പീയൂഷ് സാറ് ഹസ്ബൻഡാണ്. അവർ രണ്ടുപേരും കൂടെ ചേർന്നാണ് നമുക്ക് വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ നമ്മുടെ കുടുംബ സംഗമത്തെക്കുറിച്ചും അല്ലെങ്കിൽ കുടുംബ സങ്കല്പത്തെക്കുറിച്ചും അതുപോലെ തന്നെ മന്നം ജയന്തിയെക്കുറിച്ചുമുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ വളരെ ലഘുവായി നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ രണ്ടാളും കൂടെ ചേർന്ന് ഒരു വ്യത്യസ്തമായ രീതിയിൽ തന്നെ നമ്മളെ പറഞ്ഞു കേൾപ്പിക്കും. പിന്നീടുള്ളത് ജയരാജ് സാറാണ്. സാറെന്ന് വിളിക്കുന്നില്ല, ഇല്ല. ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ സിനിമ ഭയങ്കര കമ്പമായിരുന്ന ആൾക്കാരാണല്ലോ നമ്മളൊക്കെ. പ്രത്യേകിച്ച് എനിക്ക് സിനിമയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങൾ കാണുമ്പോഴും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് നേരിൽ കാണണം, ഒന്ന് കൈ കൊടുക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ ആഗ്രഹങ്ങളെ ഉള്ളിലൊതുക്കി വെക്കുന്ന ഒരു പ്രകൃതമാണ്. സാധാരണ ആൾക്കാരെ പോലെ തന്നെ വലിയ വലിയ നമുക്ക് സൂപ്പർ സ്റ്റാർ പദവിയിലുള്ള ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ തനതായ കഴിവുകൾ, അപ്പോൾ വിനീത് എക്സ്പ്ലെയിൻ ചെയ്ത പോലെ ചാക്യാർകൂത്തിലും തുള്ളലിലും കാരിക്കേച്ചർ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടാവാം അദ്ദേഹത്തിൻ്റെ ഓരോ പെർഫോമൻസും, നമ്മൾ കണ്ടിട്ടുള്ള ഓരോ പെർഫോമൻസും കാണുമ്പോൾ അദ്ദേഹത്തിനോടുള്ള ഇഷ്ടം ഒന്നൊന്നായിട്ട് കൂടി വരികയായിരുന്നു. അപ്പം ദൈവസഹായം കൊണ്ട് ഇപ്രാവശ്യം നമുക്ക് ജയരാജ് സാറിനെ തന്നെ ഈ വേദിയിൽ കിട്ടി. ഇന്ന് ഞാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കും, ഒരു ഫോട്ടോയും എടുക്കും. എൻ്റെ കർത്തവ്യം ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. അതിൽ വിശിഷ്ട അതിഥികളായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ലക്ഷ്മി ടീച്ചർ, പീയൂഷ് സാർ, ജയരാജേട്ടൻ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം NSS പൻവേലിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നൽകിക്കൊള്ളുന്നു. ഇതിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ പനവേലിലും സമീപ പ്രദേശങ്ങളിലുമായിട്ട് മലയാളി സമൂഹം നിറയുണ്ട്. എവിടെ മലയാളി സമൂഹങ്ങളുണ്ടോ അവിടെയൊക്കെ ഓരോ സമാജങ്ങളുണ്ട്, അല്ലെ ഒരു സംഘടനകളുണ്ട്. അത് വിശ്വാസപരമായിട്ടുള്ള മതസംഘടനകളാകാം, അതുപോലെ സോഷ്യോ കൾച്ചറൽ സംഘടനകളാവാം. അങ്ങനെ ഒരുപാട് സംഘടനകളുണ്ട്. പനവേലിൽ തന്നെ ഏകദേശം 17 സംഘടനകളാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ അധികം സംഘടനകൾ, എല്ലാ സംഘടനകളുമായിട്ടും നമ്മൾ പൊരുത്തപ്പെട്ട് സ്നേഹത്തോടു കൂടി ഇപ്പോൾ ആചാര്യവന്ദനത്തിൽ പാടിയതുപോലെ തന്നെ മറ്റ് ചിന്താഗതികളൊന്നും ഇല്ലാതെ എല്ലാവരെയും കൂടെ ഒരുമിച്ച് നമ്മൾ കൊണ്ടുവന്ന് നമ്മുടെ ആ ഒരു കൾച്ചർ, നമ്മുടെ ഒരു സംസ്കാരം അത് തന്നെയാണ്. നായർ സാംസ്കാരിക സമിതി എന്നാണ് നമ്മുടെ സംഘടനയുടെ പേര് തന്നെ. അപ്പോൾ നമ്മുടെ ആ നായർ കൾച്ചറുണ്ട്, കേരളത്തിൻ്റെ കൾച്ചർ തന്നെയാണ് നായർ കൾച്ചർ. ആ സംസ്കാരം എന്ന് പറയുന്നത് വെറുതെ നമ്മൾ സംസാരിക്കുന്ന കാര്യമല്ല, അത് ഭാഷയാണ്,
നമ്മൾ എഴുതുന്ന എഴുത്താണ്. അതുപോലെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യവും, നമ്മളുടെ സംസാരം, നമ്മളുടെ എഴുത്ത്, നമ്മളുടെ അഭിനയം, നമ്മളുടെ വിദ്യാഭ്യാസം, എല്ലാ കാര്യങ്ങളും കൂടെ ചേരുന്നതാണ് നമ്മളുടെ സംസ്കാരം. അപ്പം അങ്ങനെ നല്ല ഒരു സംസ്കാര പെരുമയുള്ള നായർ സമുദായ അംഗങ്ങളാണ് നമ്മളെല്ലാം. നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാരും, നമ്മളുടെ വിശിഷ്ട അതിഥികളായിട്ട് വന്നവരും, അതുപോലെ നമ്മുടെ സഹോദര സമാജങ്ങളുടെ ആൾക്കാർ, റെപ്രസെൻറ്റേറ്റീവ്സിനെയും എല്ലാവരെയും വളരെ ഹാർദവമായിട്ട്, സംഘടനകളുടെ എല്ലാം പേര് ഞാൻ ഒന്നൊന്നായിട്ട് പറയുന്നില്ല സമയപരിമിതി മൂലം, അതുകൊണ്ട് അവരെ എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഒട്ടും മറക്കാൻ പറ്റാത്ത ബന്ധമാണ് NSS പനവേൽ കുടുംബാംഗങ്ങൾ തമ്മിലുള്ളത്. നമ്മൾ NSS പനവേൽ എന്നുള്ള ഒരു യൂണിറ്റ് ആണെങ്കിലും ഇവിടുത്തെ നമ്മളുടെ ഏകദേശം 650ഓളം അംഗങ്ങളുള്ള ഒരു വലിയ സംഘടനയാണ്. 650 അംഗങ്ങളെ ഒരുമിച്ച് നമുക്ക് ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് വർഷത്തിൽ ഒരു പ്രാവശ്യം. പക്ഷേ എല്ലാ മാസവും പരസ്പരം കാണാനും, സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരെല്ലാം പരസ്പരം കാണുവാനും സംവദിക്കുവാനും അവർ തമ്മിലുള്ള റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും, കൂടാതെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പരസ്പരം സഹായിക്കാനും വേണ്ടി നമ്മൾ കരയോഗം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ രൂപം കൊടുത്തിരുന്നു. കരയോഗം എന്ന് പറയുമ്പോൾ പനവേലിൻ്റെ പല സെക്ടറുകളിൽപ്പെട്ട 35 മുതൽ 40 വീടുകൾ വരെ ചേരുന്ന ഒരു ചെറിയ യൂണിറ്റാണ് കരയോഗം. അപ്പോൾ അങ്ങനെ നമ്മൾ 11 കരയോഗങ്ങൾ NSS പനവേലിലുണ്ട്. ഈ 11 കരയോഗത്തിലുള്ള ആൾക്കാരും മാസത്തിൽ ഒരു പ്രാവശ്യം നമ്മുടെ ഏതെങ്കിലും ഒരു അംഗത്തിൻ്റെ വീട്ടിൽ കൂടുകയും അങ്ങനെ എല്ലാ മാസവും പരസ്പരം നമ്മൾ തമ്മിൽ സംവദിക്കാറുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് തമ്മിലൊരു ഗ്യാപ്പില്ല, ഒരു അകൽച്ചയില്ല. പിന്നെ എല്ലാ ആൾക്കാരെയും കൂടെ ഒരുമിച്ച് കൂടി നമ്മൾ കാണുന്ന അവസരമാണ് ഇങ്ങനെയുള്ള ആനുവൽ ഗെറ്റ് ടുഗദർ, അതായത് നമ്മുടെ കുടുംബസംഗമം, മന്ദൻ ജയന്തി പോലുള്ള പ്രോഗ്രാംസ്, ഓണാഘോഷം, അങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോഴും പ്രക്രിയകളൊക്കെ നടത്തിയെടുക്കുമ്പോൾ നമ്മുടെ ആൾക്കാർ തമ്മിൽ കൂടുതൽ മറ്റ് ഭാഗത്തുനിന്ന് വരുന്ന ആൾക്കാരും ഇങ്ങനെ എല്ലാവരും തമ്മിൽ പരസ്പരം കാണുകയും സംസാരിക്കുകയും ചെയ്ത് അവരുടെ ഒരു ഓർമ്മ പുതുക്കലും അവരുടെ ഒരു റിലേഷൻ പുതുക്കലും ഒക്കെയാണ് ഇതിൽ കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ അങ്ങനെ വന്നിട്ടുള്ള നമ്മളുടെ എല്ലാ കരയോഗങ്ങളിലും നമ്മുടെ ഫാമിലിയിലും പെട്ടിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ഈ വേദിയിലേക്ക്, നമ്മുടെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടി ആത്മാർത്ഥതയോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇത്ര ഭംഗിയായിട്ടുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ നമ്മൾ അവതരിപ്പിക്കുകയാണ്. NSSൻ്റെ സാമ്പത്തിക പരിധിയിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെക്കൊണ്ട് ഇത്രയും നല്ലൊരു പ്രോഗ്രാം ഇങ്ങനെ ഒരു ഓഡിറ്റോറിയത്തിൽ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്, നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ പ്രാവശ്യത്തെ രണ്ടാമത്തെ പ്രോഗ്രാമാണ് നമ്മുടെ രണ്ടാമത്തെ ഓണ പ്രോഗ്രാം നമ്മൾ നന്നായിട്ട് ചെയ്തിരുന്നു സെപ്റ്റംബർ മാസത്തിൽ. ഇത് രണ്ടാമത്തെ പ്രോഗ്രാമാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് ബാധ്യതകൾ വന്നിട്ടുണ്ടായിരുന്നു. ബാധ്യത എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ടൈറ്റ് ഷെഡ്യൂളായിരുന്നു. അപ്പോൾ എല്ലാ കുടുംബാംഗങ്ങളും സഹായിച്ചതോടൊപ്പം തന്നെ നമുക്ക് ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ അവതരിപ്പിക്കാൻ വേണ്ടി നല്ല സ്പോൺസേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. അവർ ശരിക്കും സ്പോൺസേഴ്സ് എന്നൊരു പേരിന് നമ്മൾ പറയുന്നതേ ഉള്ളൂ, നമ്മുടെ അംഗങ്ങൾ തന്നെയാണ്. ഇവർ എല്ലാ നമ്മളെപ്പോലെ തന്നെ കേരളത്തിൽ നിന്നും ഇവിടെ എത്തിപ്പെട്ട ആൾക്കാരാണ്. ഒന്ന് ഡോക്ടർ സന്തോഷ് നായർ, നമ്മളുടെ പനവേലിലെ ഏറ്റവും നല്ല ഐ സ്പെഷ്യലിസ്റ്റാണ്, ഐ ഹോസ്പിറ്റലാണ് സന്തോഷ് നായർ. അതുപോലെ തന്നെ മധുസൂദനൻ സർ, മിസ്റ്റർ മധുസൂദനനാണ് മിറക്കിൾ ഇൻറ്റീരിയർ ആൻഡ് കോൺട്രാക്ടേഴ്സ്. നമ്മളുടെ വീട്, ഗാർഹികമായ ഓഫീസിൻ്റെ കാര്യങ്ങളൊക്കെ ഇൻറ്റീരിയർ പരമായിട്ടുള്ള കാര്യങ്ങളും കോൺട്രാക്ട്സും ഒക്കെ ചെയ്യുന്ന ആളാണ്. വളരെ നല്ല ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്. അങ്ങനെയുള്ള മധുസൂദനൻ സാർ. പിന്നീട് പനവേലിൽ എല്ലാവർക്കും അറിയാവുന്നതാണ് KPG അസോസിയേറ്റ്സ്. KPG അസോസിയേറ്റ്സ് അക്കൗണ്ട്സ്, നമ്മുടെ ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ലീഗൽ രജിസ്ട്രേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് KPG അസോസിയേറ്റ്. ശ്യാമാണ് അതിൻ്റെ കോർഡിനേറ്റർ, രാഹുൽ ശ്യാം, അവരൊക്കെ ആ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരാണ്. ഇവരെല്ലാവരെയും, ഇത് കൂടാതെ തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ സാധാരണഗതിയിൽ തരാറുള്ള ഫാമിലി കോൺട്രിബ്യൂഷൻ അല്ലാതെ ഒരു വെൽ വിഷർ എന്നുള്ള രീതിയിൽ നമ്മുടെ പ്രോഗ്രാംസ് നന്നായിട്ട് നടക്കാൻ വേണ്ടി ചെറിയ സാമ്പത്തിക സഹായങ്ങളൊക്കെ നൽകുകയും അങ്ങനെയുള്ള ചെറിയ അഡ്വർടൈസ്മെൻറ്റ്സ് തരികയും, അതൊക്കെയാണ് നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത്.
അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ തരികയും ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും കൂടെ ഒക്കെ കൂട്ടിച്ചേർത്തിട്ടാണ് നമുക്ക് നല്ലൊരു പ്രോഗ്രാം ഇന്നിവിടെ അവതരിപ്പിക്കാൻ പറ്റിയത്. അപ്പം അങ്ങനെ നമ്മുടെ വെൽവിഷേഴ്സായിട്ടും അതുപോലെ സ്പോൺസർഷിപ്പായിട്ടും മറ്റു രീതിയിലും നമ്മളോടൊപ്പം ചേർന്ന് നിന്ന, കൂട്ടായിട്ട് നിന്ന, പനവേലിൽ തന്നെ വളർന്ന് പന്തലിക്കുന്ന ഇവരുടെ എല്ലാവരുടെയും സഹായം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവരെ എല്ലാവരെയും തന്നെ വളരെ ഹാർദവമായിട്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒട്ടും മറന്നുപോകാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ, അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും നമ്മളുടെ നായർ സാംസ്കാരിക സമിതി പനവേൽ, ഞാനൊരു 2 മിനിറ്റ് കൂടെ എടുക്കുള്ളൂ. നായർ സാംസ്കാരിക സമിതി പനവേലാണ്. നായർ സാംസ്കാരിക സമിതി പനവേൽ ഒഫീഷ്യലായിട്ട് രജിസ്റ്റർ ചെയ്തത് 2001 പക്ഷേ അതിനു മുമ്പ് തന്നെ ഏകദേശം 1995-96 കാലഘട്ടത്തിൽ തന്നെ നമ്മളുടെ ഇവിടെ നായർ യുവാക്കളുടെ കുറേ ആൾക്കാരുടെ കൂട്ടായ്മ ഉണ്ടായിരുന്നു. അവരൊരുമിച്ച് ചേർന്നിരുന്നു. ഇപ്പം നമ്മൾ കരയോഗത്തിൽ ചെയ്യുന്ന പോലുള്ള സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പരസ്പരം. അതിനുശേഷം 2001 നമ്മൾ രജിസ്റ്റർ ചെയ്തത്. അന്ന് മുതൽ ഇന്ന് വരെ ഇന്നത്തെ കമ്മിറ്റി അംഗങ്ങളോ ഓഫീസ് ബെയറേഴ്സ് കൂടാതെ ഉള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ കൂടാതെ അന്ന് മുതൽ ഇന്ന് വരെയുള്ള ആൾക്കാരുടെ അശ്രാന്തമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് നമുക്ക് ഒരുമിച്ച് കൂടാനും ഇതുപോലൊരു വേദിയിൽ ഇങ്ങനെയുള്ള മഹത് വ്യക്തിത്വങ്ങളെ കൊണ്ടുവരാനും എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് സാധിച്ചത്. അപ്പോൾ ഈ അവസരത്തിൽ നമുക്ക് പഴയ ഒരാളെ പോലും മറക്കാൻ സാധിക്കില്ല. എല്ലാവരുടെയും വിയർപ്പാണ് ഇന്ന് നമ്മളിവിടെ നിൽക്കുന്നത്. നമുക്ക് സ്വന്തമായിട്ടൊരു ഓഫീസുണ്ട്, മനസ്സിലായില്ലേ? ഇതൊക്കെ കൂട്ടിച്ചേർത്തത് ഇതിനു മുമ്പ് പ്രവർത്തിച്ച ആൾക്കാരുടെ കഴിവാണ്. അപ്പോൾ അവരുടെ പേര് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുകയാണ്. ശ്രീ N. കൃഷ്ണൻ നായർ. പഴയ ആൾക്കാർക്കെല്ലാം അറിയാം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സമയം പോകുന്നതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. എല്ലാവരുടെയും പേര് മാത്രം ഒന്ന് വായിക്കുകയാണ്. ശ്രീ N. കൃഷ്ണൻ നായർ, ശ്രീ ഭാസ്കരൻ നായർ, ശ്രീ CR പിള്ളൈ, ശ്രീ PR കർത്ത, KG ഉദയകുമാർ, ശ്രീ MK നായർ, ശ്രീ CK കുട്ടി, ശ്രീ VK കരുണാകരൻ നായർ, ശ്രീ ബാലകൃഷ്ണൻ നായർ, ശ്രീ NR വിജയൻ മേനോൻ, K വിശ്വനാഥൻ നായർ, ശ്രീ ഗോപകുമാർ MS പിള്ളൈ, ശ്രീ KBS മേനോൻ, ശ്രീ മണികണ്ഠൻ നായർ, ശ്രീ സന്തോഷ് K നായർ, ശ്രീ രാജേന്ദ്രൻ R പിള്ളൈ, ശ്രീ രാജ്പ്രകാശ് K നായർ, ശ്രീ സോമരാജൻ, ശ്രീ രമേശ് A നായർ, രാജേഷ് G മേനോൻ ആൻഡ് ജയേഷ് D നമ്പ്യാർ. അപ്പം ഇപ്പോഴത്തെ നമ്മളുടെ കമ്മിറ്റിയിലുള്ള ആൾക്കാരുടെ പേര് നമ്മൾ പറഞ്ഞിട്ടില്ല. അതിൽ നമ്മുടെ അധ്യക്ഷനായിട്ടിരിക്കുന്ന നമ്മുടെ വിശിഷ്ട വ്യക്തി ശശിയേട്ടനാണ്. ഈ പറഞ്ഞ കാലയളവിലെല്ലാം ശശിയേട്ടന് കമ്മിറ്റി അംഗമായിരുന്നു. ആദ്യ കാലഘട്ടം മുതൽ കമ്മിറ്റി അംഗമായിരിക്കുകയും പല പ്രാവശ്യം പ്രസിഡൻ്റ് ആവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശശിയേട്ടനെ വളരെ അത്യാദരപൂർവ്വം ഞാൻ ശശിയേട്ടനെയും മറ്റ് കമ്മിറ്റി അംഗങ്ങളെയും അത്യാദരപൂർവ്വം ഇന്നത്തെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മളുടെ പ്രവർത്തനങ്ങളുടെ കൂട്ടായ്മയുടെ ഒരു ഉദാഹരണം ധനലക്ഷ്മി എന്ന് പറഞ്ഞൊരു, നമ്മൾ സാധാരണ നായർ കുടുംബങ്ങളിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരദൂഷണം പറഞ്ഞ് പിരിഞ്ഞു പോകുക, അങ്ങനെയല്ല. ഇപ്പോൾ നമ്മളുടെ കാര്യങ്ങളൊക്കെ മാറി, ചിന്താഗതികൾ മാറി. ഇപ്പം ലേഡീസിൻ്റെ ഒരു നല്ല കൂട്ടായ്മയുണ്ട്. നമ്മുടെ NSSൽ തന്നെ ലേഡീസിൻ്റെ ഒരു നല്ല കൂട്ടായ്മയുണ്ട്. ഇപ്പോൾ ഒരു 2 വർഷങ്ങൾക്ക് മുമ്പ് ധനലക്ഷ്മി എന്ന് പറഞ്ഞ ഒരു ഇനിഷ്യേറ്റീവ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ധനലക്ഷ്മി ഇനിഷ്യേറ്റീവിൽ എന്താ ചെയ്യുന്നത്? കുറച്ച് ലേഡീസ്, നമ്മുടെ കരയോഗം സുക്കാപ്പൂർ K8 കരയോഗത്തിൻ്റെ കോർഡിനേഷനിൽ ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട്, അപ്പോൾ ഞാൻ ഒരു കാര്യം മറന്നുപോയി, പിള്ളൈ യൂണിവേഴ്സിറ്റി എന്നുള്ള പിള്ളൈ സാറിൻ്റെ കോൺട്രിബ്യൂഷനും നമുക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പേര് എടുത്ത് പറഞ്ഞ സമയത്ത് അത് മിസ്സായി. പിള്ളൈ യൂണിവേഴ്സിറ്റിയിൽ പിള്ളൈ സാറിൻ്റെ, ഇതിന് നേരത്തെ നമ്മൾ പിള്ളൈ സാറിൻ്റെ കോളേജിൽ വെച്ചായിരുന്നു നമ്മൾ ഓണ ഫങ്ഷൻസൊക്കെ നടത്തിയിരുന്നത്. പിള്ളൈ സാറ് നമ്മളെ ഇപ്രാവശ്യം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ പ്രോഗ്രാമിന് വേണ്ടി. അപ്പോൾ അതും നമ്മുടെ ഈ ബോർഡിൽ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ധനലക്ഷ്മി എന്ന് പറഞ്ഞ ഒരു സ്ത്രീകളുടെ കൂട്ടായ്മയുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നത് ആവശ്യത്തിനനുസരിച്ച്, ഓർഡർ അനുസരിച്ച് നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങൾ വലിയ സ്കെയിലിലല്ല, ചെറിയ സ്കെയിലിൽ നമുക്ക് പുറന്നാൾ അങ്ങനെ ചെറിയ ആവശ്യങ്ങൾ വരുമ്പോൾ, കരയോഗങ്ങളിൽ സ്ഥിരമായിട്ട് ഇപ്പം നമ്മൾ ധനലക്ഷ്മിയുടെ ഭക്ഷണങ്ങളാണ് കഴിക്കുക, ഇല്ലേ? ധനലക്ഷ്മി എന്നുണ്ടാക്കുന്ന അവരുടെ ആ ഒരു ചെറിയ വരുമാനം കൊണ്ട് അവർ ചെയ്യുന്ന ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളുണ്ട്. സ്വയം സേവക സംഘമാണ് അവർ. അപ്പോൾ അവർ സ്വയം വർക്ക് ചെയ്തിട്ട് കുറേ നമ്മുടെ അംഗങ്ങളുടെ ഫാമിലിയിൽപ്പെട്ട ലേഡീസ് ചേർന്നിട്ട് അവർ ഒരു ചെറിയ സംരംഭം ആരംഭിച്ചതാണ്. ഫുഡ് ആഹാരപരമായിട്ട് ചെറിയ ലഘുഭക്ഷണങ്ങൾ, ഇതുപോലെ
ചെറിയ തോതിലുള്ള സദ്യ, ഇതൊക്കെ നമ്മൾ ഏറ്റെടുത്ത് നടത്തി കൊടുക്കുന്നുണ്ട്. ധനലക്ഷ്മി എന്ന് പറയുന്നത് അത് നമ്മുടെ വനിതാ കൂട്ടായ്മയുടെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ്. ഇത് കൂടാതെ തന്നെ വളരെ വിഭവസമൃദ്ധമായ ഒരു സദ്യ വേണമെങ്കിൽ ഒരു പുരുഷ കൂട്ടായ്മയുണ്ട് നമ്മളുടെ കൂടെ. സൗഹൃദം കാറ്റേഴ്സ് എന്ന പേരിൽ നമ്മുടെ തന്നെ അംഗങ്ങൾ ചേർന്ന് നടത്തുന്ന ഒരു വലിയ കൂട്ടായ്മ. അത് വലിയ വലിയ സദ്യകളും കാര്യങ്ങളും ഒക്കെ ഏറ്റെടുത്ത് അവർ നടത്തി തരുന്നുണ്ട്. അപ്പം നമ്മളിവിടെ കൂടിയിട്ടുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന കൂട്ടത്തിൽ ഇങ്ങനെയുള്ള സംരംഭങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ നമ്മുടെ തന്നെ നിലനിൽപ്പിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. നമ്മളുടെ പ്രവർത്തനങ്ങൾ, അടുത്തത് 2 കാര്യം. നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് എല്ലാ കരയോഗങ്ങളിലും നമ്മൾ സംവദിക്കുന്നതാണ്. നമ്മൾ ചെയ്യുന്ന ചാരിറ്റി ആക്ടിവിറ്റീസ്, നമ്മൾ കുട്ടികളെ സാധാരണ ഫീസ് കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ എഡ്യൂക്കേഷണൽ ഫണ്ട് കൊടുക്കുന്നുണ്ട്, സ്കോളർഷിപ്പ് കൊടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മളുടെ സമുദായത്തിൽപ്പെട്ട ഉന്നത മാർക്ക് മേടിച്ച് വിജയിക്കുന്ന എല്ലാ കുട്ടികൾക്കും നമ്മൾ എല്ലാ വർഷവും അതിനുള്ള പാരിതോഷികങ്ങൾ നമ്മൾ സ്റ്റേജിൽ കൊടുക്കാറുണ്ട്. ഇതാണ് നമ്മളുടെ ചെയ്യുന്ന എഡ്യൂക്കേഷൻ ലെവലിൽ നമ്മൾ ചെയ്യുന്ന സപ്പോർട്ട്. വിദ്യാഭ്യാസത്തിന് ബുദ്ധിമുട്ടുള്ള കുട്ടികളെ നമ്മൾ ഏറ്റെടുത്ത് അവരുടെ സ്കൂൾ ഫീസ് അടയ്ക്കുകയും മുഴുവൻ കുട്ടികൾ മുഴുവനായിട്ട് പഠിക്കാൻ താല്പര്യമുള്ള ഒരു കുട്ടിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം തീരെ പഠന സൗകര്യം ഇല്ലാതിരുന്ന ഒരു കുട്ടിയുടെ മുഴുവൻ അക്കാഡമിക്കും നമ്മുടെ ഒരു മെമ്പർ തന്നെ സ്പോൺസർ ചെയ്തിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ തന്നെ കോർഡിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതുകൂടാതെ വില്ലേജിലെ സ്കൂളുകളിൽ എല്ലാ വർഷവും തുടങ്ങുന്ന സമയത്ത് നമുക്ക് ആ കുട്ടികൾക്കുള്ള ബുക്ക്, പുസ്തകം, ബാഗ് അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ട് കൊടുക്കുക. ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ നിറവേറ്റി കൊടുക്കുക. അതുപോലെ എല്ലാ വിവാഹങ്ങൾ, പെട്ടെന്നുണ്ടാവുന്ന മരണം, അങ്ങനെയൊക്കെ എന്ത് വന്നു കഴിഞ്ഞാലും NSSൻ്റെ വോളണ്ടിയേഴ്സ് എന്ന രീതിയിൽ ഒരു വിളിപ്പുറത്ത് തന്നെ നമ്മൾ എപ്പോഴും ഉണ്ടാവും. അതെപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സർവീസസ്. ഇനി ഇപ്രാവശ്യത്തെ ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മളുടെ ഒരു മെമ്പർ ഫാമിലി, നമ്മുടെ ഒരു ലൈഫ് മെമ്പർ ഫാമിലിയാണ് ശ്രീമതി സുജാത പിള്ള. അവരുടെ ഫാമിലി അവർക്ക് സുഖമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും ടാറ്റ കെയർ സെൻറ്ററിൽ ആണ്. അപ്പം അവരുടെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരു ചെറിയ സാമ്പത്തിക നമ്മുടെ ഇവിടുത്തെ മലയാളി സമൂഹം ചേർന്നിട്ട് നല്ലൊരു തുക ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ചധികം സാമ്പത്തികത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് സഹായങ്ങൾ നമ്മൾ NSSൻ്റെ രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മളാൽ സാധിക്കുന്ന രീതിയിൽ മറ്റ് കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ CSR ഫണ്ടിൽ നിന്നൊക്കെ മേടിക്കാവുന്ന രീതിയിലുള്ള ആപ്ലിക്കേഷൻസ് പുട്ടപ്പ് ചെയ്തിട്ടുണ്ട്. ആ രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഒരു കൈ സഹായം നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കത് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഇപ്പോഴും നമുക്ക് അവസരമുണ്ട്. നമ്മൾ ഈ ഹാളിൻ്റെ വെളിയിൽ തന്നെ നമ്മളൊരു ബാനറും ഒരു കളക്ഷൻ ബോക്സും വെച്ചിട്ടുണ്ട്. ക്യാഷോ ചെക്കോ അതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യാം. നമ്മളത് കൃത്യമായിട്ട് അവിടെ എത്തിക്കും. ക്യാഷും ചെക്കും കൊണ്ടുവരാത്തവർക്ക് അവിടെ ഒരു QR കോഡുണ്ട്. അതിൽ സ്കാൻ ചെയ്താലും നമുക്ക് ആ ഫണ്ട് കിട്ടും. നമ്മളാൽ ആവുന്ന ഒരു കൈ സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. അങ്ങനെ ചെയ്താൽ അത് വളരെ ഉപകാരമായിരിക്കും. പിന്നെ ഈ ഹാള് നമുക്ക് മിക്കവാറും നമുക്കെല്ലാം അറിയാം, നമ്മളുടെ നായർ കുടുംബങ്ങളിൽപ്പെട്ട ഒരുപാട് കല്യാണങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ആ കല്യാണങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ടും നമ്മളുടെ നല്ലൊരു റിലേഷൻ കീപ്പ് ചെയ്യുന്നതുകൊണ്ടും സാധാരണഗതിയിലുള്ളൊരു കൊമേഴ്ഷ്യൽ റേറ്റൊന്നും എടുക്കാതെ തന്നെ നമുക്കൊരു കുറച്ച് കൺസെഷണൽ റേറ്റിലൊക്കെ നമുക്ക് ഈ ഹാള് തന്നു. അതിന് ഈ കഞ്ഞിനുവാടിയുടെ ഈ ഹാളിൻ്റെ മാനേജ്മെൻറ്റിനോട് അഗൈതവുമായ സ്നേഹമാണ്. അവർ വരാൻ പറഞ്ഞിട്ടുണ്ട്. അവർ എത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അവർക്കും നമുക്ക് ഈ വേദിയിൽ സ്വാഗതം ഏൽപ്പിക്കും. പിന്നെ 2 കാര്യങ്ങളാണ്, 2-3 കാര്യങ്ങൾ പ്രത്യേകം പറയണം. ഒന്ന് സൗണ്ട് സിസ്റ്റമാണ്. നമ്മളുടെ ഏത് പ്രോഗ്രാം നടന്നു കഴിഞ്ഞാലും നമുക്ക് നല്ലൊരു സൗണ്ട് സിസ്റ്റം നൽകുന്നത് രവിയാണ്. അപ്പോൾ രവിയെ ഞാൻ ഈ വേദിയിൽ സ്വാഗതം ചെയ്യുന്നു. വീഡിയോഗ്രാഫി മനോജ്, എല്ലാവർക്കും അറിയാം. മനോജ് നായരാണ് നമ്മുടെ എല്ലാ പ്രോഗ്രാമും വീഡിയോഗ്രാഫി നല്ല രീതിയിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട് മനോജ്. അപ്പോൾ മനോജ് നല്ല രീതിയിൽ അത് ചെയ്തു തരും. അതുകൂടാതെ മനോജ് തരുന്ന വീഡിയോ നമ്മളതിനെ എഡിറ്റ് ചെയ്ത് നമ്മൾ തുടങ്ങിയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലുണ്ടല്ലോ NSSൻ്റെ, ആ യൂട്യൂബ് ചാനൽ നമ്മളുടെ ഗോകുലാണ് ചെയ്യുന്നത്. അപ്പോൾ മനോജിനും ഗോകുലിനും ഞങ്ങൾ വളരെയധികം സന്തോഷം രേഖപ്പെടുത്തുന്നു. അതുപോലെ അവരെ സ്വാഗതം ചെയ്യുന്നു ഈ വേദിയിലേക്ക്. പിന്നെ ഇപ്പോൾ വിനീത്, സുമ, ബാക്കി കമ്മിറ്റി അംഗങ്ങളെ പോലെ വിനീത ആൻഡ് സുമ രണ്ടുപേരും വളരെ തിരക്ക് പിടിച്ച കാര്യങ്ങളിൽ ഓടിച്ചാടി നടക്കുന്ന ആളാണ്. എങ്കിലും നമ്മളുടെ കൂട്ടായ്മയുടെ ഒരു പ്രവർത്തന രീതി കണ്ടിട്ട് ഇവർ നമ്മളെ സഹായിക്കാനായിട്ട് മുമ്പോട്ട് ഇറങ്ങി വന്നവരാണ്. അപ്പോൾ അവർ എല്ലാവരും കൂടെ ചേർന്ന് നമ്മളുടെ 21 അംഗങ്ങൾ ചേർന്ന ഒരു കമ്മിറ്റിയാണ് ഇപ്പോൾ NSSനുള്ളത്. ഈ കമ്മിറ്റിയിൽ അംഗമായിട്ട് അവരെല്ലാവരും ഉണ്ട്. ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അപ്പം
അവർക്കൊരു പ്രത്യേക കയ്യടി നമ്മൾ കൊടുക്കണം. മനസ്സിലായല്ലോ? ഇതാണ് എൻ്റെ സ്വാഗത പ്രസംഗത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ബാക്കിയുള്ള ചെറിയ ചെറിയ സർവീസസും കാര്യങ്ങളുമൊക്കെ നമ്മൾ നേരിട്ട് കരയോഗങ്ങളിൽ സംസാരിക്കാറുണ്ട്. പൊതുവേദിയിൽ പറയാനുള്ള കാര്യങ്ങൾ ഇത്രയുമായതുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. ഇതുവരെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നമസ്കാരം. താങ്ക് യു ശിവദാസ് സർ. അധ്യക്ഷ പ്രസംഗത്തിനായി പ്രസിഡന്റ് ശ്രീ CK ശശികുമാർ അവറുകളെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യാതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഡോക്ടർ ശ്രീമതി ലക്ഷ്മി ശങ്കർ ആൻഡ് ശ്രീഷ് പീയൂഷ് ജി, ജയരാജ് വാര്യർ, NSS സെക്രട്ടറി ശ്രീ ശിവദാസ്, NSS ട്രഷററായ ശ്രീ ഷാജി, മറ്റു കമ്മിറ്റി അംഗങ്ങളെ, അതുപോലെ നമ്മൾ ക്ഷണിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ സാംസ്കാരിക സാമൂഹ്യ സംഘടനകളുടെ നായകന്മാരെയും, എൻ്റെ സഹോദരി സഹോദരൻ കുടുംബാംഗങ്ങളായ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഇന്ന് 149-ാം മന്നം ജയന്തി ആഘോഷം നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ നമ്മുടെ ഈ സംഘടന 149-ാം മന്നം ജയന്തി ആഘോഷത്തിനിടയിൽ നമ്മുടെ സംഘടനയുടെ പനുവേൽ നായർ സാംസ്കാരിക സമിതിയുടെ സിൽവർ ജൂബിലി ആഘോഷ വേളയിൽ നിങ്ങളുടെ മുമ്പിൽ ഈ സംഘടന പ്രസിഡൻ്റായിട്ട് സംസാരിക്കാൻ ലഭിച്ചത് എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. നമ്മുടെ സമുദാചാര്യൻ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും കൊണ്ട് ഒരു നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമുദായത്തിനെ കൈപിടിച്ച് എഴുന്നേൽക്കാൻ നമ്മുടെ സമുദായം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളതെല്ലാം ഇപ്പോഴും ഓർക്കുന്നുണ്ടോയെന്ന് അറിയില്ല. അത് അദ്ദേഹം ചെയ്ത ത്യാഗം ഒരുപാട് വിലമതിക്കാതെ. നമ്മൾ എന്താണ് അദ്ദേഹത്തിനെ പറ്റി ഇന്ന് വരെ നമ്മൾ അദ്ദേഹത്തിനെ ഓർത്തിട്ടുമില്ല, ഒന്നും ചെയ്യില്ല. ഇവിടെ പെരുന്നേലൊരു അദ്ദേഹം ഉണ്ടാക്കി വെച്ച സ്ഥാപനങ്ങളുണ്ട്, അതിപ്പം അവർ കുറച്ച് പേരുടെ കയ്യിൽ മാത്രമായിട്ട് ഒതുങ്ങിയിരിക്കും. സാമൂഹിക അനീതികൾക്ക് എതിരെ ധൈര്യത്തോട് സംസാരിക്കാനുള്ള പ്രതിഭയായിരുന്നു നമ്മുടെ പ്രതിഭ. അദ്ദേഹം വിദ്യ കൊണ്ട് സ്വാതന്ത്ര്യവും സംഘടന കൊണ്ട് ശക്തി എന്ന വാക്യമായിരുന്നു നമുക്ക് അദ്ദേഹം തന്നിട്ടുണ്ട്. നമ്മൾ ആ വാക്യത്തിനെ പിന്തുടർന്നുകൊണ്ട് 25 വർഷം മുമ്പ് പനുവേൽ കുറച്ച് ആളുകൾ അംഗങ്ങൾ കൂടി രൂപീകരിച്ച സംഘടനയാണ് നായർ സാംസ്കാരിക സമിതി. 550-600 കുടുംബാംഗങ്ങൾ മെമ്പറായിട്ടുള്ള ഈ സംഘടന വളർന്നത് നമുക്ക് ഏവർക്കും അഭിമാനിക്കാവുന്ന കാര്യങ്ങളാണ്. ഈ 25 വർഷത്തിനിടയിൽ നമ്മൾ സാംസ്കാരിക പരിപാടികൾ, വിദ്യാഭ്യാസ സഹായങ്ങൾ, സാമൂഹിക പ്രവർത്തനങ്ങൾ, യുവജന വനിതാ ശാക്തീകരണ പ്രവർത്തനങ്ങൾ നമ്മൾ പ്രത്യേക ഒരു കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുണ്ട് നമ്മൾ സമൂഹത്തിൽ. ഈ അവസരത്തിൽ സമിതിയുടെ തുടക്കം മുതൽ ഇന്ന് വരെ പതിച്ച എല്ലാ ഭരണസമിതി അംഗങ്ങളെയും കമ്മിറ്റി അംഗങ്ങളെയും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഈ സൗഹൃദസംഘം നമ്മോട് പറയുന്നത് വ്യത്യാസങ്ങൾക്കപ്പുറം ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് സമൂഹം ശക്തമാകുന്നത്. സമത്വവും സാഹോദര്യവും മാനവികതയും നിറഞ്ഞൊരു സമൂഹമായിരുന്നു നമ്മുടെ ആചാര്യൻ സ്വപ്നം കണ്ട്. അത് നമുക്കും സ്വപ്നം കാണാം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ സമുദായങ്ങൾ എല്ലാം മറന്നിട്ട് ഒരുമിച്ച് നിൽക്കുക, പരസ്പരം സ്നേഹിക്കുക, പരസ്പരം സഹായിക്കുക, പരസ്പരം ഏത് രീതിയിലും നമുക്ക് നമ്മുടെ കുടുംബാംഗങ്ങളെ ഒന്നിച്ചു നിർത്താൻ നമ്മൾ പ്രയത്നിക്കുക. നമ്മുടെ സമുദായം മറ്റുള്ളവർക്കൊരു വഴികാട്ടിയാവുകയാണ് നമ്മുടെ ഈ പ്രസ്ഥാനം വേണ്ടത്, മാറി നിൽക്കുകയല്ല. അപ്പോൾ എൻ്റെ സമുദായങ്ങളെ, എൻ്റെ സഹോദരി സഹോദരന്മാരെ, പരസ്പരം സ്നേഹിച്ച്, പരസ്പരം സഹായിച്ച്, പരസ്പരം സഹകരിച്ച് നിങ്ങളുടെ ഈ ജന്മം ധന്യമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നതിന് മുമ്പേ ഈ പ്രോഗ്രാം വിജയിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തകർക്കും അതിഥികൾക്കും കുടുംബാംഗങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക് യു ശശി സർ.
ജയരാജ് ചേട്ടാ, ഒരു മിനിറ്റ്, ഒരു ആശംസ പ്രസംഗം കിട്ടിയത് നന്നായിരുന്നു. അപ്പോൾ ഒരു മിനിറ്റ് ഒരു ആശംസ നിങ്ങൾക്ക് തന്നാൽ. എത്ര മിനിറ്റ് എടുത്തോളൂ? ആയിക്കോട്ടെ. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, ഒരിക്കൽ ഒരു പ്രസംഗകൻ സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഏകദേശം നമ്മുടെ പുള്ളി, ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ചല്ല കേട്ടോ, ഒരു 2-2.5 മണിക്കൂറോളം സ്വാഗത പ്രസംഗം നീണ്ടുപോയി. അപ്പോൾ അത് കഴിഞ്ഞാൽ അധ്യക്ഷ പ്രസംഗം, മുഖ്യ പ്രഭാഷണം, അത് കഴിഞ്ഞ് ഉദ്ഘാടനം, അത് കഴിഞ്ഞ് ആശംസാ പ്രസംഗങ്ങൾ, അങ്ങനെ 3 മണിക്കൂർ പരിപാടി വേറെ ഉണ്ട്. അപ്പം ഇങ്ങനെ 2.5 മണിക്കൂർ സ്വാഗത പ്രസംഗം കഴിഞ്ഞിട്ട് അദ്ദേഹം വാച്ചിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ക്ഷമിക്കണം, എൻ്റെ സ്വാഗത പ്രസംഗം നീണ്ടുപോയതിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ഒരല്പം കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്, സമയം വളരെ പോയതായി ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഓഡിയൻസിന് ആൾ പറഞ്ഞു, സാറേ ബാക്കിലെ കലണ്ടറിലേക്ക് നോക്ക്, ഡേറ്റ് തന്നെ മാറിപ്പോയി എന്നാണ്. ഒരു ദിവസം തന്നെ പിന്നിട്ട് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മുടെ ഡോക്ടർ ലക്ഷ്മി ശങ്കറിൻ്റെയും അദ്ദേഹത്തിൻ്റെ പീയൂഷ്, അവരുടെ പരിപാടി ഞാൻ കണ്ടിട്ടില്ല. അവരെന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാൻ വളരെ ജിജ്ഞാസയോടുകൂടി, വളരെ ക്യൂരിയോസിറ്റി ആയിട്ട് ഞാൻ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ കലാപരിപാടി തുടങ്ങാൻ. സമയം മണിയാവുന്നുണ്ട് കേട്ടോ, തൃശ്ശൂർ ഭാഷയിൽ പറയുന്നത്. പക്ഷേ സമയം, നിങ്ങളെല്ലാവരും നിങ്ങളെ കാണുമ്പോൾ തന്നെ വലിയ സന്തോഷം. നമ്മൾ ജീവിതത്തിൻ്റെ എല്ലാ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും ബുദ്ധിമുട്ടുകൾക്കും ബാധ്യതകൾക്കും കക്ഷി രാഷ്ട്രീയങ്ങൾക്കും നമ്മുടെ ജോലി തിരക്കിനും ഒക്കെ ഇടയിൽ ഇത്തരത്തിൽ വന്നിരുന്ന് ഒരു ഓഡിറ്റോറിയത്തിൽ ഒരേ മനസ്സോടെ ഒരേ ഹൃദയതാളത്തോടെ കൂടിയിരിക്കുമ്പോഴാണ്, അതിലൂടെ നർമ്മം കേൾക്കുമ്പോഴാണ് നിങ്ങളുടെ ചുണ്ടുകളിൽ ഒരു ചിരി വരുന്നത്. നിങ്ങളിൽ എന്നും ഈ ഓഡിറ്റോറിയത്തിലിരിക്കുമ്പോഴൊക്കെ എനിക്ക് പ്രേക്ഷകരെ, എൻ്റെ മുന്നിലിരിക്കുന്നവർ ചിരിക്കുന്ന കാണാനാണ് ഞാൻ ജീവിക്കുന്നത് തന്നെ. എൻ്റെ ഒരു സാമൂഹ്യ പ്രവർത്തനം അതാണ്. മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യവും ഞാൻ വേസ്റ്റ് ആക്കാറില്ല. അതുകൊണ്ട് എൻ്റെ പ്രകടനത്തിനായി കാത്തിരിക്കുക. നിങ്ങളും കൂടെ പെർഫോം ചെയ്യേണ്ടി വരും. ഐ എം നോട്ട് പെർഫോമിങ് എലോൺ. നിങ്ങൾ കൂടെ എൻ്റെ കൂടെ പെർഫോം ചെയ്യണം. അപ്പോൾ നമ്മുടെ 149ാമത് മന്നം ജയന്തിയോട് അനുബന്ധിച്ചാണ് ഈ മനോഹരമായ സായാഹ്നം ഒരുങ്ങിയിരിക്കുന്നത്. അതുമാത്രമല്ല, നിങ്ങളുടെ NSSൻ്റെ 25ാം പിറന്നാളാണ്. ഈ രജത ജൂബിലി ആഘോഷിക്കുന്ന 20 വയസ്സ് പ്രായമുള്ള ഈ സംഘടനയ്ക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ കൂടെ നേർന്നുകൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നമ്മുടെ കലാപരിപാടിയിലൂടെ നമുക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ അധിക പ്രസംഗം അവസാനിപ്പിക്കുന്നു. നമസ്കാരം. താങ്ക് യു ജയരാജ് ചേട്ടാ.